ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രാജ്യത്ത് നടക്കുന്ന ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ്. ഇന്ത്യ മുന്നണി മുന്നേറ്റം തുടരുമ്പോൾ കൂപ്പുകുത്തി വീണ് ബി.ജെ.പി. വിലപോവാതെ ഓപ്പറേഷൻ താമര. തുടർ പരാജയങ്ങളിലൂടെ ജനം ബി.ജെ.പിയോട് പറയുന്നതെന്ത്? ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കേവലം ഒരു മാസം കഴിയുമ്പോൾ നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ സഖ്യം വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുന്നത്. 7 സംസ്ഥാനങ്ങളിലായി 13 സീറ്റുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ജയിക്കാനായത്. 10 സീറ്റുകൾ ഇന്ത്യ സഖ്യം പിടിച്ചടക്കി. 1 സീറ്റിൽ സ്വതന്ത്രനും ജയിച്ചു. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഈ മണ്ഡലങ്ങൾ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദമൊന്നുമല്ലെങ്കിലും സിറ്റിംഗ് MLA-മാർ കളം മാറ്റി ചവിട്ടി രാജിവെച്ച ഒഴിവുകളിലേക്കാണ് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് നടന്നതെന്നതാണ് ഈ ഫലത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും ആവേശകരമായ മോദി വേഴ്സസ് ദീദി പോരാട്ടം നടന്ന പശ്ചിമ ബംഗാളിലാണ് ബി.ജെ.പിക്ക് കനത്ത പരാജയം നേരിടേണ്ടി വന്നത്. 4-ൽ 4 സീറ്റും നേടി മോദിയുടെ മുൻപിൽ മുട്ടുമടക്കാൻ തന്നെ കിട്ടില്ലെന്ന് മമത വീണ്ടും തെളിയിച്ചു. ഇതിൽ 3 എണ്ണം ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. ഇതിൽ ബി.ജെ.പി തോറ്റ 2 സീറ്റുകളിൽ മത്സരിച്ചതാകട്ടെ തൃണമൂൽ വിട്ട് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കാനെത്തിയവരും. പഞ്ചാബിലെ ജലന്ധറിലാണ് എടുത്തു പറയത്തക്ക വിധമുള്ള മറ്റൊരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നത്. സംഭവം ആം ആദ്മി പാർട്ടി തങ്ങളുടെ സീറ്റ് നിലനിർത്തിയതാണെങ്കിലും അവിടെ ഉപതിരഞ്ഞെടുപ്പിന് കാരണം AAP-യുടെ സിറ്റിംഗ് MLA ആയിരുന്ന ശീതൾ അങ്കുറാൽ കാലുമാറി ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതാണ്. ശീതൾ തോറ്റു. പകരം ബി.ജെ.പിയിൽ നിന്നും AAP-യിലെത്തിയ മൊഹീന്ദർ സിംഗിലൂടെ AAP സീറ്റ് നിലനിർത്തി. അതും 37,325 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. മധ്യപ്രദേശിലും ഹിമാചൽ പ്രദേശിലുമാണ് ബി.ജെ.പിക്ക് 2 സീറ്റ് നേടാനായത്. ഇതിൽ മധ്യപ്രദേശിലെ അമർവാരയിൽ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വന്ന കമലേഷ് പ്രതാപാണ് ബി.ജെ.പിക്ക് 1 സീറ്റ് നേടിക്കൊടുത്തത്. 3 തവണ കോൺഗ്രസ് പാനലിൽ MLA ആയ കമലേഷ് പ്രതാപിന്റെ ഭൂരിപക്ഷം ബി.ജെ.പി പാളയത്തിലേക്ക് എത്തിയപ്പോൾ 25,000-ൽ നിന്നും 3,000-ലേക്ക് കുത്തനെ ഇടിഞ്ഞതും ശ്രദ്ധേയമാണ്. ഈ നേരിയ വിജയം സത്യത്തിൽ ധാർമ്മികമായും കോൺഗ്രസിന് അവകാശപ്പെട്ടതാണെന്നും പറയാം. ബി.ജെ.പി അട്ടിമറി സാധ്യതകൾ തേടിയിരുന്ന ഹിമാചൽ പ്രദേശിലും 3-ൽ 2 സീറ്റും കോൺഗ്രസ് നേടി. 2022-ൽ സ്വതന്ത്രരായി മത്സരിച്ചവരാണ് 3 സീറ്റുകളിലും ഇത്തവണ ബി.ജെ.പി പാനലിലെത്തി മത്സരിച്ചത്. ഇതിൽ ആശിഷ് ശർമ്മയ്ക്ക് മാത്രമാണ് ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിച്ച് ജയം കാണാനായത്. മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ പങ്കാളി കമലേഷ് ഠാക്കൂറും ഇനി ഹിമാചൽ നിയമസഭയിലുണ്ടാകും. NDA സഖ്യത്തിനേറ്റ മറ്റൊരു തിരിച്ചടിയായിരുന്നു ബീഹാറിൽ നിതീഷ് കുമാറിനേറ്റ തോൽവി. പാർലമെന്റിൽ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന മുഖ്യകക്ഷി തങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഒരു സ്വതന്ത്രനോട് പരാജയം അറിയേണ്ടി വന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് ഇവിടെ ജയിച്ചത്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥും കോൺഗ്രസ് നിലനിർത്തി. ശക്തമായ ത്രികോണ മത്സരം പ്രവചിച്ച തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിൽ 60,000 വോട്ടിന്റെ മിന്നുന്ന ഭൂരിപക്ഷത്തോടെയാണ് DMK സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത്. ബി.ജെ.പിയുടെ ഹിന്ദുത്വ പരീക്ഷണശാലയായ മധ്യപ്രദേശിലെ ഉൾപ്പെടെയുള്ള മങ്ങിയ വിജയം ബി.ജെ.പിക്ക് നൽകുന്നത് ശുഭസൂചനകളല്ല. കാലുമാറിയവരെയെല്ലാം ജനം വീട്ടിലിരുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന ഓപ്പറേഷൻ താമര ഉൾപ്പെടെയുള്ള തന്ത്രങ്ങൾ ജനം തിരിച്ചറിഞ്ഞ് തള്ളാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് ഈ ഫലസൂചനകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് ഇനി പ്രതീക്ഷിക്കാൻ വകയുണ്ടാകും. അയോധ്യയിൽ തോറ്റ ബി.ജെ.പിയെ ഗുജറാത്തിൽ തോൽപ്പിക്കൽ പാടെ അസാധ്യമായ കാര്യമൊന്നുമല്ല. ഭരണം ലഭിച്ചില്ലെങ്കിലും മോദിയുടെയും അമിത്ഷായുടെയും മണ്ണിൽ ഇന്ത്യ സഖ്യം നേടുന്ന ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. മോദിയുടെ ഭൂരിപക്ഷം ഇത്തവണ ഗണ്യമായി കുറഞ്ഞതും വോട്ടെണ്ണലിന്റെ 2ാം ഘട്ടത്തിൽ മോദി വാരാണസിയിൽ പുറകിലായതുമെല്ലാം മോദി ഗ്യാരണ്ടിയുടെ പ്രഭ മങ്ങിത്തുടങ്ങിയെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലും ചിലപ്പോൾ പ്രതിഫലിച്ചേക്കാം. കൂടാതെ ഇത്തവണ ഗുജറാത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 1 സീറ്റ് നേടാനായതും ഇന്ത്യ മുന്നണിക്ക് കരുത്താകും. ഇത്തവണത്തെ ലോക്സഭയിലെ ഉത്തർപ്രദേശ് ഗുജറാത്തിൽ കൂടി ആവർത്തിച്ചാൽ ബി.ജെ.പി കൂടുതൽ സമ്മർദ്ദത്തിലാകും. അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയുള്ള ഈ തോൽവി ബി.ജെ.പിയെ പ്രതിസന്ധികൾക്ക് പുറകെ പ്രതിസന്ധികളിലേക്കാണ് തള്ളിവിടുന്നത്. പുതിയ തന്ത്രങ്ങളുമായി രാഷ്ട്രീയ ചാണക്യന്മാർ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ഗതി മാറുമോ എന്ന് കാത്തിരുന്നു കാണാം.